പറഞ്ഞ കേസ് ലൈവ് വരാൻ മെൻ്റലി ഞാൻ ശരിക്കും ഒട്ടും ഇതല്ലാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് മണി മാത്രമല്ല, ഈ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിട്ടായതുകൊണ്ട് അതെന്നെ മെൻ്റലി കുറച്ച് നന്നായിട്ട് അഫക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് അഫക്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് സ്ട്രീം ചെയ്യാൻ മെൻ്റലി ഒരു ഇതില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രീമിൽ വന്നിരിക്കാനും ഇങ്ങനെ ഫേസ് ക്യാമിൽ നിങ്ങളെ നോക്കി സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് സത്യമായിട്ടും ഇല്ലായിരുന്നു. ധൈര്യം എന്നല്ല, ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. ആൻഡ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ബ്ലൈൻഡിൻ്റെ ഈ സ്പോർട്സുമായിട്ട് എല്ലാം സംസാരിച്ച് ഇതാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതല്ല, തിരിച്ചു പോകാമെന്നല്ല, അവരായിട്ടുള്ള എല്ലാ ഡീൽസും ഞാനിപ്പോൾ കറൻ്റ്ലി ക്ലോസ് ചെയ്തു. ആൻഡ് അവർ പെൻഡിങ് പേയ്മെൻറ്റ്സ് എല്ലാം 10-ാം തീയതി ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒരു ഇൻഡിവിജ്വൽ സ്ട്രീമറായിട്ട് നിൽക്കാനാണ് താല്പര്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഞാൻ കുറേ ഗെയിമുകളും കുറേ കാര്യങ്ങളും എല്ലാം വേണ്ടാന്ന് വെച്ചത് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ കോൺട്രാക്റ്റിനെ പറ്റി അറിയാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കോൺട്രാക്റ്റിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ വ്യൂവർഷിപ്പാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിനും അതിൻ്റേതായിട്ടുള്ള വ്യൂവർഷിപ്പ് റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് വ്യൂ കൗണ്ട് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അത് കാരണമായിട്ട് ചെയ്യാൻ പറ്റാതെ പോയി. അണ്ണ എക്സ്പോസ് ചെയ്യാനായിട്ടൊന്നുമില്ല ബ്രോ. പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്റ്റും ഇതുപോലെ പേയ്മെൻറ്റിൻ്റെ ഡിലേയും ഉള്ള കാര്യമേ ഉള്ളൂ. അല്ലാതെ വേറെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അവരാരും അങ്ങനെ വേറെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. അതായത് ഒരു രീതിയിലും നമുക്കൊരു പ്രോപ്പർ അറ്റ്മോസ്ഫിയർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരിയർ പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് വേണമായിരുന്നു. അതൊരു ടൈമിൽ കിട്ടിയിട്ടില്ല. കുറേ കാര്യങ്ങൾ ഇപ്പം ഒരു ഓർഗ് ത്രൂ നമുക്കൊരു സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ലെവലിലായിരിക്കും അവർ പിച്ച് ചെയ്യുന്നത്. അതായത് ഈ വ്യൂവർ കൗണ്ട് അങ്ങനത്തെ എല്ലാം ഇതാണ്. അപ്പോൾ വേറെ ഗെയിമുകളൊക്കെ കളിക്കണ സമയത്ത് വ്യൂ ഡ്രോപ്പ് ഉണ്ടാവും എന്നുള്ള കൺസേണിൽ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ്, ഇനി ഒരു കാര്യം ഡിസൈഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഡിസ്കോർഡ് ട്രോൾസ് എന്ന് പറയുന്ന സാധനമുള്ള ദിവസങ്ങളിൽ മാത്രമേ വേറൊരു പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ കിക്കിലായിരിക്കും ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ട്രീംസും യൂട്യൂബിൽ. ഞാനിനി അത് തീരുമാനിച്ചൊരു കാര്യമാണ്. ബാക്കി ഇനി എല്ലാ സൈഡും ബാക്കി എല്ലാ സ്ട്രീംസും, അതായത് മെയിനായിട്ട് എനിക്ക് കളിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വാക്ക് തന്നിരുന്നു, എൻ്റെ പഴയ ഓഡിയൻസിനോട്, അതായത് RP അല്ല, പഴയ ഓഡിയൻസിനോട് ഞാനൊരു വാക്ക് തന്നിരുന്നു. ഞാൻ എൻ്റെ പഴയ BGMI ഗെയിം പ്ലേ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഞാൻ മൊബൈലിൽ ഇത്രയും ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ സായിപ്പിൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു ഗെയിം പ്ലേ ഒരു പഴയതൊന്നും അല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ BGMI, PUBG PC, വാലറൻറ്റ്, RP ഇത് 4 ആയിരിക്കും സ്ട്രീം ചെയ്യുന്നത്, പ്ലസ് ഡിസ്കോർഡ് ട്രോൾസ്. ഇതുള്ള ദിവസം ഞാൻ ഇതിനകത്തായിരിക്കും സ്ട്രീം ചെയ്യാൻ പോണത്, കിക്കിനകത്തായിരിക്കും സ്ട്രീം ചെയ്യണത്. ബാക്കി എല്ലാ ലൈവും യൂട്യൂബിൽ തന്നെ. ഹ്യൂമൻ ഫോൾ ഫാറ്റൊക്കെ അതൊക്കെ കളിക്കാൻ പറഞ്ഞു. ഇനി അങ്ങോട്ട് ഞാൻ വാച്ചിങ് നോക്കി ഒരു സ്ട്രീമും ചെയ്യുന്നില്ല ഗൈസ്. ഇനി വാച്ചിങ് നോക്കി സ്ട്രീം ചെയ്യുന്നില്ല. നിങ്ങൾ 1000 പേരെ വരുന്നുള്ളൂ കാണാനെങ്കിൽ അത് ഞാൻ എന്തായാലും സ്ട്രീം ചെയ്യും. ഇനി എനിക്ക് എഗ്രിമെൻ്റ് നോക്കി സ്ട്രീം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇനിയിപ്പോൾ ഒരു ഓർഗിൻ്റെയും ഭാഗമല്ല, ഒരു ഇതിൻ്റെയും ഭാഗമല്ല. ഞാൻ ഇൻഡിവിജ്വലായിട്ട് സ്ട്രീം ചെയ്യുകയാണ്. ഇൻഡിവിജ്വലായിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ടൊരു ക്രിയേറ്ററായിട്ട് നിൽക്കുകയാണ്. ഇനി ഞാനായിട്ട് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ, അതായത് TV-യിലെ ക്രിയേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാൻ പോകുന്നത് മെനറ്റാംസ് ഗെയിമിംഗ് ആയിരിക്കും. മെനറ്റാംസ് ഗെയിമിങ്ങിനെയാണ് നമ്മൾ TV-യിലെ ഓർഗൊന്നുമല്ല, ഓർഗായിട്ടൊന്നുമല്ല. ഇനിയും TV-യിലെ ക്രിയേറ്റേഴ്സിൻ്റെ ബ്രാൻഡ്സും എല്ലാം ഡീൽ ചെയ്യുന്നത് മെന്നി ആയിരിക്കും. സോ മെന്നിയുടെ സൈഡിൽ നിന്ന് മെന്നിയായിട്ട് ഉള്ള രീതിയിൽ അവൻ നമ്മുടെ ക്രിയേറ്റേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്തോളും. ലൈക്ക് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ആൻ ഓർഗനൈസേഷൻ. ഒരു TV എന്ന് പറയുന്ന ഓർഗനൈസേഷനും അതൊന്നും ഇതാക്കാൻ താല്പര്യമില്ല. സോ കിക്ക് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോ ഗൈസ്. കിക്കിൽ നമ്മൾ ഡിസ്കോർഡ് ട്രോൾസ് RPയും കളിക്കുന്ന ദിവസത്തിൽ ഡിസ്കോർഡ് ട്രോൾസ് പ്ലസ് RP എന്നുള്ളൊരു ദിവസം വരുന്ന ദിവസം നമ്മൾ കിക്കിൽ സ്ട്രീം ചെയ്യും. അപ്പം
കിക്കിൽ വാച്ച് ഹവേഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഒരു ഓർഗിൻ്റെ ഭാഗമാവാൻ ആർക്കും താല്പര്യമില്ല. ഓർഗിൻ്റെ ഭാഗമായിട്ട് പോവാനൊന്നും ആർക്കും വലുതായിട്ട് താല്പര്യമില്ല. കാരണം എല്ലാവർക്കും കുറേ ഇതായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അവരുടെ സൈഡിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അവരിനി ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ RP റീസ്റ്റാർട്ട് ചെയ്യുന്നത് 3-ാം തീയതി തൊട്ടാണ്. 3-ാം തീയതി ഞാൻ 3-ാം തീയതി RPയിൽ കയറും. 3-ാം തീയതി തൊട്ട് ഞാൻ സിറ്റിയിൽ റെഗുലറായിട്ടുണ്ടാവും. ഇപ്പോൾ ഗൺ ഫൈറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ലൈവ് ഇല്ലെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഞാൻ ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പ് എടുത്തതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും അടുത്തൊരു സോറി പറയുകയാണ്. കാരണം ഇതൊരു പ്രതീക്ഷിച്ചൊരു ഗ്യാപ്പല്ല. സാധാരണ ഞാൻ ഗ്യാപ്പ് എടുത്താൽ പോലും ഒരു 10 ദിവസത്തിനകത്താണെങ്കിലും ഞാനൊന്ന് കയറുന്നതാണ്. ഒന്നും കയറാൻ പറ്റാതെ പോയത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ്. സോ 3-ാം തീയതി തൊട്ട് ഞാൻ RP സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. നാളെ ആണെങ്കിലും എല്ലാം ഞാൻ ഇനി തൊട്ട് സിറ്റിയിലുണ്ടാവും. ആൻഡ് ഇത്രേ ഉള്ളൂ നിങ്ങളോട് എനിക്ക് പറയാൻ. BGMI ഞാനിപ്പോൾ മെയിൻലി കളിച്ചുകൊണ്ടിരിക്കുന്നത് സായിപ്പിൻ്റെ ഒക്കെ കൂടെയാണ്. അപ്പോൾ അവൻ ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എന്തായാലും പകൽ ഇതുപോലെ യൂട്യൂബിൽ BGMI സ്ട്രീം ചെയ്യാം, ഉറപ്പായിട്ടും സ്ട്രീം ചെയ്യാം. ഹെൽഫയർ വേഴ്സസ് TVA സിറ്റുവേഷൻ നടന്നായിരുന്നു. അതിൽ TV ലാസ്റ്റ് 2 പേര് അവരവിടെ ഉള്ളായിരുന്നു. ഒരു 2v4 സിറ്റുവേഷൻ എന്തോ ആയിരുന്നു. അത് ഹെൽഫയർ ജയിച്ച്. അപ്പോൾ നമ്മുടെ POV സൈഡ് നമ്മുടെ അതിനകത്തല്ല, ഞാൻ അത് രായൻ്റെ ലൈവിൽ കാണിച്ചായിരുന്നു. നിങ്ങളെല്ലാം കണ്ടോന്ന് അറിഞ്ഞൂടാ. അപ്പോൾ രായൻ്റെ ലൈവിൽ എല്ലാവരുടെയും POVയിൽ 1 ഷോട്ടിൽ വീഴുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ഞങ്ങൾ POV ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ആരെ ഹാക്കർ അക്വിസിഷൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ സിറ്റിയിൽ ഇവിടെ നിങ്ങൾ RP ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം, ഏതൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും കളിക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും POV ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ TVയെ മാത്രം POV ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഹാക്കറാണ് എന്നുള്ളൊരു രീതിയിലത്തെ ഇതാണ്. അപ്പോൾ ജസ്റ്റ് POV ചെക്ക് ചെയ്തു. അപ്പോൾ POV അവർ കാണിച്ചു തന്നു. അത് എന്തോ അന്നത്തെ POV ബഗ്ഗാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരടിയിലല്ല വീഴുന്നത്. അടിക്കുന്നവൻ്റെ POVയിൽ ഫുൾ ബുള്ളറ്റ് കണക്ട് ചെയ്യുന്നതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണുന്നത് 1 ഷോട്ടിൽ വീഴുന്നതായിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അന്നത്തെ ദിവസം എന്തോ POV ബഗ് എന്തോ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ പേരിലുണ്ട്. തോൽവിയാണ്. അക്സെപ്റ്റഡ്. ഇത്രയും നാളും എല്ലാവരും ഒരാൾ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു സിങ്കൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആയി വന്നത് ഇന്നാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇന്ന് ഓക്കെ ആയത് ഇന്നാണ്. അപ്പം ഞാൻ സൂൺ ഒരു മേ ബി ഒരു 1 വീക്കിനകത്ത് ഞാൻ ആ BM ഒന്ന് ലോഞ്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡിലേ വന്നു. അപ്പോൾ അത് ലോഞ്ചായ ഉടനെ ഞാൻ തിരിച്ച് ദുബായിക്ക് പോവാം. അപ്പോൾ ഇനി ഞാൻ ദുബായിൽ നിന്നായിരിക്കും സ്ട്രീംസ് ഒക്കെ ഇടുന്നത്. ദുബായ് ഇന്നലെ സ്ട്രീംസ് റെഗുലറാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണം എന്നുണ്ടായി ഗൈസ്. നമ്മൾ ഇനി ഒരു ഹാപ്പി ആയിട്ടൊരു കിടല ഷെഡ്യൂളിൽ എന്തായാലും ഞാൻ എൻ്റെ ലൈവ് പോകും. ഈ വട്ടം ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചാൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. ഞാൻ ഉറപ്പായിട്ടും പറയാണ്, അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് കാണുന്നത് നിർത്തിപ്പോവാം. ഞാൻ ഇപ്പോഴേ പറയാണ്, ഈ വട്ടം ഞാൻ എൻ്റെ പറയണ വാക്ക് തെറ്റിച്ചാൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം. ഞാൻ ഇത്രയും ഗെയിംസ് ഗ്രൈൻഡ് ചെയ്യും. ഇത്രയും സ്ട്രീംസ് നിങ്ങൾക്ക് ലീഗൽ ഗെയിമിങ്ങിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ അൺസബ് ചെയ്ത് പോകാവുന്നതാണ്. അതായത് BGMI, PUBG PC, വാലറൻറ്റ്, RP, ഡിസ്കോർഡ് ട്രോൾസ്. ഈ 5 സാധനം ഞാൻ സ്ട്രീം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ് ചെയ്യാം. ഓക്കെ അല്ലേ?